ഹിന്ദ് റജബിന്റെയും കുടുംബത്തിന്റെയും ജീവനെടുത്ത അവസാന ഇസ്രായേലി സൈനികനെയും വകവരുത്തി ഹിസ്ബുള്ള. ഇതൊരു വല്ലാത്ത ന്യൂസ് ആണ് കേട്ടോ. വല്ലാത്ത ന്യൂസ് എന്ന് പറഞ്ഞാല്, അതായത് നമ്മുടെയൊക്കെ ഹൃദയം വന്ന് വല്ലാണ്ട് എന്താ പറയാ, ഉലഞ്ഞു പോയൊരു സംഭവമാണ് ഈ ഹിന്ദ് റജബിന്റെ ഒരു സംഭവം. അതായത് ഗസേന്ന് ആക്ച്വലി ഇസ്രായേൽ സൈന്യം ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നു അവിടുന്ന് ഒഴിഞ്ഞു പോവാൻ. അത് വടക്കൻ ഗസ ആയിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുക്കുകയും ആ നിർദ്ദേശം കിട്ടിയിട്ടുള്ള ഹിന്ദ് റജബും ഹിന്ദ് റജബിന്റെ കുടുംബവും കൂടെ കാറില് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാ. ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നതിന്റെ ഇടയ്ക്കാണ് ഇസ്രായേലിന്റെ 52-ാം ബറ്റാലിയന്റെ മുന്നിലോട്ട് ഇവര് ചെന്ന് കയറുന്നത്. അങ്ങനെ ചെന്ന് കയറുന്ന ഇവരെ തൽക്ഷണം ആ കുടുംബത്തിനെ അപ്പൊ തന്നെ ഇസ്രായേൽ സൈന്യം ഇല്ലാതാക്കുക ചെയ്തേ. എന്നിട്ട് 6 വയസ്സുണ്ടായിരുന്ന ഹിന്ദ് റജബ് മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ട് അവിടുന്ന് കൂടെ ഉണ്ടായിരുന്ന ഒരാളെ ഒരു പെൺകുട്ടിയോടും കൂടെ ചേർന്നിട്ടാണെന്ന് തോന്നുന്നു ഈ എന്താ പറയാ റെഡ് ക്രസന്റ് സൊസൈറ്റീനെ വിളിച്ചിട്ട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഏകദേശം 3 മണിക്കൂറോളം അവര് ഫോണിൽ സംസാരിക്കുകയും ആ കുട്ടിയുടെ ഉമ്മയായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നും കൂടിയാണ് ഞാൻ ഓർക്കുന്നത്. എന്നിട്ട് ഈ റെഡ് ക്രസന്റ് സൊസൈറ്റി ഇവരെ ഇവാക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആംബുലൻസിനെ വിടുകയാണ്. ഒരു ആംബുലൻസിൽ 2 പേരെ അയക്കുകയാണ് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷെ ദിവസങ്ങൾക്ക് ശേഷം കണ്ടത് ആ വിട്ടിട്ടുള്ള ആംബുലൻസിലെ ആംബുലൻസിൽ ഉണ്ടായിരുന്ന 2 ആൾക്കാരുടെ മൃതദേഹവും കൂടെ ഈ ഹിന്ദ് റജബിന്റെ മൃതദേഹം കൂടെ വെടിയേറ്റ് കിടക്കുന്ന രീതിയിലാണ്. അതായത് മരിച്ചു കിടക്കുന്ന രീതിയിലാണ്. ഞാൻ ചില വാക്കുകൾ യൂസ് ചെയ്യുന്നില്ല, എന്ന രീതിയിലാണ് സത്യത്തിൽ കണ്ടെത്തുന്നത്. അതാണ് ആ ഇൻസിഡന്റ്. എന്നിട്ട് അതിനുശേഷം യൂറോപ്പിലെ ഏത് രാജ്യമാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അവിടെ ഹിന്ദ് റജബ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സൊസൈറ്റി ഉണ്ടാക്കുകയും ഇസ്രായേൽ ചെയ്തിട്ടുള്ള യുദ്ധക്കുറ്റങ്ങളെ അന്താരാഷ്ട്ര കോടതിയിൽ കേസ് കൊടുക്കുകയും അങ്ങനെ ഈ പട്ടാളക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ളതും, ഇസ്രായേൽ ചെയ്തിട്ടുള്ളത് യുദ്ധക്കുറ്റാണെന്നൊക്കെ അന്താരാഷ്ട്ര കോടതിയിൽ കേസ് കൊടുക്കുകയും അങ്ങനെ ഒരു സംഭവമായി മാറി കഴിഞ്ഞൊരു കാര്യമാണ് ഈ ഹിന്ദ് റജബ് എന്ന് പറയുന്നത്. എന്നിട്ടാണ് ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ അവിടേക്കൊന്നും പോയിട്ടില്ല എന്നൊക്കെയാണ്. എന്നിട്ട് ഇസ്രായേൽ അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ വന്നപ്പോഴാണ് ഇവരുടെ 52-ാം ബറ്റാലിയൻ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്നു, അവർ തന്നെയാണ് ഇത് ചെയ്തത് എന്നുള്ള ആ ഒരു കാര്യം പുറത്തു വന്നേ. അതിനുശേഷമാണ് ഹിന്ദ് റജബ് സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു NGO രൂപീകരിക്കപ്പെടുന്നതും ഇസ്രായേലിന്റെ യുദ്ധക്കുറ്റങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം പോലെയുള്ള പരിപാടികളൊക്കെ ഇവർ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മുടെ മനസ്സിനെ ഉലച്ചു കളഞ്ഞിട്ടുള്ള ഒരു സംഭവമായിരുന്നു സത്യത്തിൽ ഹിന്ദ് റജബിന്റെ ആ ഒരു കഥ. അത് മാത്രമല്ല യഥാർത്ഥത്തിൽ ഗസയിൽ ഇതുപോലത്തെ ഒരുപാട് ഇൻസിഡന്റുകൾ നടന്നിട്ടുണ്ട്. അപ്പോ അന്ന് ആ കൃത്യത്തില് പങ്കെടുത്തിട്ടുള്ള എല്ലാ ഇസ്രായേലി സൈനികരെ യഥാർത്ഥത്തിൽ ഹിസ്ബുള്ള വകവരുത്തി എന്ന് പറയുന്ന ഒരു ന്യൂസാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം ഞാനത് വായിക്കാവേ. ഇസ്രായേൽ വംശഹത്യയിൽ ജീവൻ പൊലിഞ്ഞ 5 വയസ്സുകാരിയായ ഫലസ്തീൻ ബാലിക ഹിന്ദ് റജബിന്റെ കൊലപാതകത്തിൽ പങ്കുള്ള അവസാന സൈനികനും കൊല്ലപ്പെട്ടു. ലെബനോൻ അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഇത് സംഭവിച്ചത്. അപ്പൊ അതില് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്ന ഒരു കാര്യം, ഇവരുടെ മർക്കേവ ടാങ്കിൽ ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടാങ്ക് കേടാവുകയും അങ്ങനെ ടാങ്കിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുള്ള ഇവര് യഥാർത്ഥത്തിൽ ഹിസ്ബുള്ളയുടെ കയ്യിൽ അകപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നത്. എന്നിട്ട് തെക്കൻ ലബനാനിൽ ഹിസ്ബുള്ള പോരാളികളുമായി വെള്ളിയാഴ്ച നടന്ന നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ ലഫ്റ്റനന്റ് ഡഗാലിയ ബെൻസിംഹൻ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. ഗഡേലിയയും മറ്റു 3 പേരും സഞ്ചരിച്ചിരുന്ന ടാങ്ക് തെക്കൻ ലബനാനിൽ വെച്ച് കേടുപാട് സംഭവിക്കുകയും ഹിസ്ബുള്ള സൈനികരുടെ കയ്യിലകപ്പെടുകയുമായിരുന്നു. ഫലസ്തീൻ വംശഹത്യയിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ബറ്റാലിയൻ 52-ലെ സൈനികനാണ് ബെൻ സിംഹൻ എന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വെള്ളിയാഴ്ച നടന്ന ആക്രമണത്തിൽ ബറ്റാലിയൻ 52-ലുണ്ടായിരുന്ന 4 ഇസ്രായേലി സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇതാമിർ ബെൻ ഗവീറിനെ അടക്കം ചൊടിപ്പിച്ചിട്ടുള്ള, നെതന്യാഹുവിനെ അടക്കം ചൊടിപ്പിച്ചിട്ടുള്ള ആ ഒരു ഇൻസിഡന്റ് നമുക്കറിയാം. 52-ാം ബറ്റാലിയനിലെ ആ 4 പേര് കൊല്ലപ്പെട്ടിട്ടുള്ള ആ ഒരു കാര്യം. അതിനുശേഷമാണ് ഇതാമിർ ബെൻ ഗവീർ അടക്കമുള്ള ആൾക്കാര്
അതായത് ഇസ്രായേലിലുള്ള ഏതെങ്കിലും ഒരു അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാണെന്നുണ്ടെങ്കിൽ ലെബനോനിലെ 1000 അമ്മമാരുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബെൻഗവീറിന്റെ പ്രസ്താവനയും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ എക്സ്പോസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നതിന് ശേഷമാണ്. അപ്പൊ അതിൽ തന്നെ ഉണ്ടായിരുന്ന അടുത്ത ആളാണ് ഇപ്പോ ഈ തീരുമാനമായത് എന്നുള്ളതാണ്. ഇവരായിരുന്നു ഗസയില് വംശഹത്യക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയാ മുൻപന്തിയിൽ ഉണ്ടായിരുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കൊക്കെ ചെയ്തിട്ടുള്ള മനുഷ്യര് എന്നുള്ളതാണ്. മനുഷ്യരെന്ന് പറയാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇസ്രായേൽ സൈന്യം ഫലസ്തീനിലെ ഗസയിൽ കാണിച്ചു കൂട്ടിയ ക്രൂരത ലോകത്തിന് മുമ്പിൽ ഏറെ ചർച്ച ചെയ്യാനിടയാക്കിയ സംഭവങ്ങളിലൊന്നായിരുന്നു ഹിന്ദ് റജബിന്റെ കൊലപാതകം. 2024 ജനുവരി 29-നായിരുന്നു സംഭവം. ഗസ സിറ്റിയിലെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈന്യം അന്ത്യശാസനം നൽകിയതിനെ തുടർന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുകയായിരുന്നു. 5ഓളം ബന്ധുക്കളുമായി യാത്ര ചെയ്യുകയായിരുന്ന ഹിന്ദ് യാത്രക്കിടെ ഇസ്രായേൽ സൈന്യത്തിൽപ്പെട്ട ബറ്റാലിയൻ 52 സ്ഥലത്തെത്തി ഇവരെ തടയുകയും കാറിന് നേരെ വെടിയുതിർക്കുകയുമായിരുന്നു. കാറിലുണ്ടായിരുന്നവർ രക്ഷയ്ക്കായി ബന്ധുക്കളെ ഫോണിൽ വിളിച്ചു. അപ്പൊ ആ ഒരു ഇൻസിഡന്റ് ആണ് പിന്നെ പറയുന്നത്. ഇവർ ഫലസ്തീൻ റെഡ് ക്രസന്റുമായി ബന്ധപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനിടെ വെടിവെപ്പിൽ ഹിന്ദ് റജബ് ഒഴികെ ബന്ധുക്കളെല്ലാം കൊല്ലപ്പെട്ടു. റെഡ് ക്രസന്റ് സംഘം വിളിച്ചപ്പോൾ കാറിൽ റജബ് മാത്രമായിരുന്നു ജീവനോടെ ഉണ്ടായിരുന്നത്. മരണത്തെ മുഖാമുഖം കണ്ടുനിന്ന ആ കുഞ്ഞുമായി 3 മണിക്കൂറോളം റെഡ് ക്രസന്റ് സംഘം സംസാരിച്ചു. ഹിന്ദിനെ രക്ഷിക്കാനായി ഇവർ ആംബുലൻസ് സംഘത്തെ സ്ഥലത്തേക്ക് അയക്കുകയും ചെയ്തു. അതിനിടെ റെഡ് ക്രസന്റ് സംഘം ഹിന്ദിന്റെ ഉമ്മയെ ബന്ധപ്പെടുകയും മകളുമായി സംസാരിക്കാൻ അവസരമൊരുക്കുകയും ചെയ്തു. ഉമ്മയുടെ ശബ്ദം കേട്ട് നിർത്താതെ കരഞ്ഞ അവൾ ഫോൺ കട്ട് ചെയ്യല്ലേ എന്ന് ആവശ്യപ്പെട്ടു. അധികം വൈകാതെ ഹിന്ദിനെ രക്ഷിക്കാനെത്തിയ ആംബുലൻസിലെ ഡ്രൈവർമാരെയും ഹിന്ദിനെയും ഇസ്രായേൽ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ഇസ്രായേൽ സൈന്യം ഫലസ്തീനിലുടനീളം നടത്തിയ കൊടും ക്രൂരതകളുടെ പര്യായമായിരുന്നു ഹിന്ദ് റജബിന്റെ കഥ. പിന്നീടാണ് ബെൽജിയം കേന്ദ്രീകരിച്ച് ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ വരികയും ഇസ്രായേലിനെതിരെ യുദ്ധക്കുറ്റ അന്താരാഷ്ട്ര കോടതിയിലൊക്കെ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്കൊക്കെ വന്നത്. അതായത് ഇസ്രായേൽ സൈന്യം സത്യത്തിൽ ഗസയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഏതെങ്കിലും ഹമാസിന്റെ ആൾക്കാരെ എന്താ പറയാ ടാർഗറ്റ് ചെയ്യുന്നല്ല ചെയ്തത്. സത്യത്തില് അത് അവിടുത്തെ കുട്ടികളെയും വൃദ്ധരെയും സ്ത്രീകളെയൊക്കെ തന്നെയാണ് അവര് ടാർഗറ്റ് ചെയ്തത്. അതായത് അവരുടെ ഒരു സൈക്കോളജിക്കൽ വാറിന്റെ ഭാഗം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ വളരെ എന്താ പറയാ ഫ്രജൈൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ, അതായത് നിസ്സഹായരായിട്ടുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഒരു മിലിറ്ററി കോമ്പാക്ട് എന്ന് പറയുന്ന സമയത്ത് തുല്യ ശക്തികളുമായിട്ട് കോമ്പാക്റ്റിൽ ഏർപ്പെടുക എന്നുള്ളത് അല്ല. അത് യഥാർത്ഥത്തിൽ അവര് നടത്തിക്കൊണ്ടിരുന്നത് സത്യത്തില് ഒരു ആയുധം കയ്യിലില്ലാത്ത കല്ല് മാത്രം പെറുക്കി എറിയാൻ പറ്റുന്ന ആളുകളെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇപ്പൊ ഇന്നലെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പ്രധാനപ്പെട്ട ആരുടെ ഞാൻ മറന്നുപോയി. ഇസ്രായേൽ സൈന്യം യഥാർത്ഥത്തിൽ ശക്തി തെളിയിച്ചിട്ടുള്ളത് കല്ലുമായി നിൽക്കുന്ന സാധാരണക്കാർക്കെതിരെ സാധാരണ മനുഷ്യരെ വെടിവെച്ച് തീരുമാനാക്കുന്നതിലും അവർക്കെതിരെ അധിനിവേശം നടത്തുന്നതിലും മാത്രമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ്. അത് ശരിയാണ് ഏറെക്കുറെ. പക്ഷെ ഇദിയാമീന്റെ കാലത്ത് അവിടെ ഉഗാണ്ടെ പോയി ഇറക്കിയിട്ടുണ്ടായിരുന്ന ഹൈജാക്ക് ചെയ്തിട്ടുള്ള വിമാനത്തിൽ നിന്ന് ആളുകളുടെ രക്ഷിച്ചുകൊണ്ട് പോകുന്ന കഥയൊക്കെ യഥാർത്ഥത്തിൽ ഇസ്രായേലിനുണ്ടെങ്കിൽ കൂടെ അവർ ഏറ്റവും കൂടുതൽ ഇടപെട്ടിട്ടുള്ളത് ഗസയിലും അതേപോലെ തന്നെ ഈ പറയുന്ന വെസ്റ്റ് ബാങ്കിലൊക്കെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ ടാർഗറ്റ് കൊല്ല എന്നുള്ള കാര്യത്തിൽ തന്നെയാണ്. അതിന്റെ വേറൊരു വെർഷൻ വളരെ എക്സ്ട്രീം ആയിട്ട് ഇപ്പൊ അവരത് ലെബനോനിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് അവരത് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഇങ്ങനത്തെ വാർത്തകൾ വരുന്നത്. സത്യത്തില് ഇങ്ങനത്തെ വാർത്തകൾ കേൾക്കുന്ന സമയത്ത് സന്തോഷിക്കാൻ പാടില്ല. പക്ഷെ ഇത് കാണുന്ന സമയത്ത് ഒരു നിർവികാരതയാണ് യഥാർത്ഥത്തിൽ തോന്നുന്നത്. ആ ഒരു 6 വയസ്സായിട്ടുള്ള ഒരു കുട്ടീനെ ഇങ്ങനെ ചെയ്യാൻ പറ്റി? അത് ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാരെയും ഹിസ്ബുള്ള തീർത്തു എന്ന് പറയുമ്പോൾ അതൊരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും നൽകുന്നില്ലെങ്കിൽ കൂടെ ഒരു വല്ലാത്ത ഒരു വികാരമാണ് യഥാർത്ഥത്തിൽ ഉള്ളത് എന്നുള്ളതാണ്.